സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 4ാം ദിനം ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തം കാണാൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ, അതായത് മെയിൻ വേദിയിൽ കാണികളുടെ ഒഴുക്കായിരുന്നു. മത്സരം കാണാനെത്തിയ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കളും അഭിപ്രായ ഭിന്നതകൾ മറന്നായിരുന്നു നൃത്തം ആസ്വദിച്ചത്. പിന്നീട് പലരും സമ്മർദ്ദം പങ്കിട്ടു, കുശലം പറഞ്ഞു. അപ്പോൾ ആകെ അടിപൊളിയായിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിലെ 1ാമത്തെ വേദിയിൽ. വേദിയൊന്നിൽ ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരം. പതിവിന് വിപരീതമായി വേദി നിറഞ്ഞ കാണികൾ. മണ്ണിട്ടാൽ താഴാത്തത്ര ജനങ്ങൾക്കിടയിൽ കാണികളായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രിമാരായ എം പി രാജേഷ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവർ. ഓരോ ടീമിന്റെയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനമെന്ന് മന്ത്രി എം പി രാജേഷ്. ഒന്നിനൊന്ന് മെച്ചാണ്, കണ്ട രണ്ടെണ്ണവും അതിഗംഭീരമാണ്. പഴയ യുവജനോത്സവ ഓർമ്മകൾ പങ്കുവച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നമ്മുടെ ബാല്യത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നത് പോലെ ഒരു തോന്നലുണ്ടായി. ഞാൻ എല്ലാ യൂത്ത് ഫെസ്റ്റിവൽ വേദിയിലും ഒരു 5ാം ക്ലാസ് പോലത്ത് പോയിരുന്ന ഒരാളാണ്. തൊട്ടു പിന്നാലെ എത്തി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും. യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഒരു കലയില്ലല്ലോ. കലോത്സവ വേദി നേതാക്കളുടെ സൗഹൃദം പങ്കിടുന്ന അപൂർവ കാഴ്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു. മത്സരങ്ങളിൽ ഏറ്റവും കളർഫുൾ സംഘനൃത്തമാണെന്ന് നേതാക്കളുടെ പൊതു അഭിപ്രായം. ഏറ്റവും കളർഫുൾ ഇവർക്ക് പുറമെ മേയർ ആര്യ രാജേന്ദ്രൻ, വി ജോയ് MLA എന്നിവരും 1ാം വേദിയിലെ നിറസാന്നിധ്യമായി. കലോത്സവം കാണാൻ കാണികൾ എത്തുന്നില്ല എന്ന പരാതിക്കെല്ലാം അറുതിയിട്ടുകൊണ്ടാണ് എനിക്ക് പിന്നിലുള്ള ഈ ജനം 1ാം വേദിയായ MT നിളയിലേക്ക് ഒഴുകിയെത്തിയത്. ഇവർക്കൊപ്പം മന്ത്രിമാരടങ്ങിയ സംഘവും പ്രതിപക്ഷ നേതാവും BJP സംസ്ഥാന അധ്യക്ഷനും കൂടി എത്തിയതോടെ സംഭവം കളറായി മാറി. ക്യാമറാമാൻ രാജ് കിരണിനൊപ്പം പ്രവിത ലക്ഷ്മി, 24 തിരുവനന്തപുരം.